അയ്യോ അയ്യോ, എന്തൊരു പല്ലുവേദന എൻ്റെ അമ്മേ. അയ്യോ, പല്ലുവേദനിച്ചിട്ട് അയ്യേ. എടാ ടിൻഡു, നീ പോയി പല്ലുവേദനയ്ക്ക് വല്ല മരുന്നും വാങ്ങിച്ചോണ്ട് വാടാ. അവൻ അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയതാ. ഓ, അവന് ക്രിക്കറ്റ് കളിക്കാൻ കണ്ട ഒരു സമയം. ഔട്ടൊന്നുമല്ല, കള്ളക്കളി കള്ളക്കളി, ഔട്ടാണ്. ദേ ഒരു വിക്കറ്റ് വീണത് കണ്ടില്ലേ? ഒരു വിക്കറ്റ് വീണാലൊന്നും ഞാൻ ഔട്ടാവില്ല. 3 വിക്കറ്റും വീണാലേ ഞാൻ ഔട്ടാവും. കഴിഞ്ഞ പ്രാവശ്യം കളിക്കുമ്പോ നിന്റെ 3 വിക്കറ്റും വീണില്ലേ? അപ്പൊ നീ പറഞ്ഞു 6 വിക്കറ്റും വീണാലേ ഔട്ടാവൂന്ന്. മോനെ ചിഞ്ചു, ക്രിക്കറ്റ് കളിയിൽ അങ്ങനെ പല പുതിയ നിയമങ്ങളും വന്നിട്ടുണ്ട്. നിനക്കതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, കാരണം നീ കുട്ടിയാണ്. ടിൻഡു, ടിൻഡു, എടാ ടിൻഡു. ആ, എന്റെ അമ്മ വിളിച്ചത് നിന്റെയൊക്കെ ഭാഗ്യം. ക്രിക്കറ്റ് കളിയിലെ ബാക്കി നിയമങ്ങൾ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. എന്താ അമ്മേ? എടാ, നിന്നെ അച്ഛൻ വിളിക്കുന്നു. അച്ഛന് ഭയങ്കര പല്ലുവേദനയാ. എന്താ അച്ഛാ വിളിച്ചത്? എടാ ടിൻഡു, അച്ഛന് ഭയങ്കര പല്ലുവേദന. നീ പോയി പൽപ്പൊടി വാങ്ങിച്ചോണ്ട് വാ. പൽപ്പൊടി ഇവിടെ ഉണ്ടച്ചാ. ഇവിടെ ഉണ്ടോ? അതെന്ന് വാങ്ങിച്ചതാടാ? ആ, കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു പല്ല് പോയില്ലേ, ആ പല്ല് ഞാൻ ഇടിച്ച് പൊടിച്ച് ഒരു ഹോർലിക്സിന്റെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് പോരെ അച്ഛാ? ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ ടിൻഡു, നീ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു പാക്കറ്റ് പൽപ്പൊടി വാങ്ങിച്ചോണ്ട് വാ. ശരി അച്ഛാ. ആ ടിൻഡു, പൽപ്പൊടി ആർക്കാന്ന് ചോദിച്ചാ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാ മതി കേട്ടോ. ആ ശരി അച്ഛാ, ഓക്കേ. ഓ, ഇവര് ഒരു പൽപ്പൊടി വാങ്ങാന്ന് പറഞ്ഞയച്ചിട്ട് നേരം കുറെ ആയല്ലോ. എവിടെ പോയി കിടക്കുകയാണാവോ? നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? നീ പൽപ്പൊടി വാങ്ങിയില്ലേ? അയാള് മരുന്ന് തന്നില്ല അച്ഛാ. മരുന്ന് തന്നില്ല എന്ന് മാത്രല്ല, അയാൾ എന്നെ തല്ലുകയും ചെയ്തു. തല്ലിയോ? എടാ, നീ ആ ജംഗ്ഷനിലെ കുമാരന്റെ മെഡിക്കൽ ഷോപ്പിൽ തന്നെയല്ലേ പോയത്? ആ, അവിടെ തന്നെ. ഞാൻ പൽപ്പൊടി വേണമെന്ന് പറഞ്ഞു. അപ്പൊ കുമാരേട്ടൻ ആർക്കാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനാണെന്ന്. അപ്പൊ എനിക്ക് തല്ലും കിട്ടി. അയ്യോ, ആ പൊങ്ങച്ചക്കാരൻ ദീപു അല്ലേ നിൽക്കുന്നത്? ഇന്ന് പെട്ടത് തന്നെ. എടാ ടിൻഡു, നിന്റെ തലക്കിതെന്ത് പറ്റി? ഒരു ചുറ്റിക വീണതാടാ ദീപു. ആരുടേന്നും കയ്യിന്നും തെറിച്ചു വീണതായിരിക്കും അല്ലേ? മറ്റാരുടെയും കയ്യിന്നല്ല, എന്റെ കയ്യിൽ തന്നെ തലയിൽ ചുറ്റിക വീണത്. അതെങ്ങനെയാണടാ ടിൻഡു? നീ ചുറ്റിക മുകളിലോട്ട് എറിഞ്ഞു കളിച്ചോ? ഏയ്, ഞാനൊരു ആണി അടിച്ചപ്പോ എന്റെ തലയിൽ ചുറ്റിക വീണു. അയ്യോ അയ്യോ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാക്കുന്നില്ല ടിൻഡു. തൽക്കാലം നീ അത്രയും മനസ്സിലാക്കിയാ മതി. ഞാൻ പോട്ടെ, എനിക്കല്പം തിരക്കുണ്ട് ദീപു. അവിടെ നിൽക്ക് ടിൻഡു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈശ്വരാ, കുഴഞ്ഞു. എന്നെ വധിച്ചത് തന്നെ. കഴിഞ്ഞ ദിവസം എന്റെ തലയും ഇതുപോലൊന്നും മുറിഞ്ഞടാ. കട്ടിലിൽ ഇടിച്ചതായിരിക്കും. കട്ടിലിലോ? അച്ഛനോടൊപ്പം ഞാനൊന്ന് ദുബായ് വരെ പോയി. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന 25,000 രൂപയുടെ മൊബൈൽ ഫോൺ സീറ്റിനടിയിൽ വീണു. അതെടുക്കാൻ വേണ്ടി കുനിഞ്ഞതാടാ. തല സീറ്റിലിടിച്ചു. എന്നിട്ട് സീറ്റിനൊന്നും പറ്റിയില്ലേ? അല്ല, നിന്റെ തലയില് ധാരാളം ബുദ്ധിയുള്ളത് കൊണ്ട് ഇടിക്ക് നല്ല വെയിറ്റ് കാണൂലോ എന്നോർത്ത് ചോദിച്ചതാ. അല്ല, എന്നിട്ട് തലയിൽ മുറിവ് കാണുന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം എന്നല്ലേ പറഞ്ഞത്? അത് അച്ഛന്റെ ബാഗിൽ 10,000 രൂപയുടെ ഒരു മരുന്നുണ്ടായിരുന്നു. അത് പുരട്ടിയപ്പോ ഉണങ്ങിപ്പോയി. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എങ്കിൽ ഞാൻ പോട്ടെ. എടാ, മറ്റൊരു കാര്യം പറയാനുണ്ട്. ദുബായ് കണ്ടുപിടിച്ചത് നിന്റെ അച്ഛനാണെന്നല്ലേ? അത് നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. അതല്ല ടിൻഡു. ഓ, നിന്റെ അച്ഛന് 13 കപ്പലുണ്ടെന്ന കാര്യം അതും പറഞ്ഞതാ. അതൊന്നും അല്ല, ഇതൊരു സഹായത്തിനാ. അതെ, എന്റെ പേഴ്സിൽ ഒരു 4,000 രൂപ കാണും. പക്ഷെ എടുക്കാൻ മറന്നു. നീ ഒരു 10 രൂപ കടം തരണം. രഹസ്യമായിരിക്കണം, ആരോടും പറയരുത്. പേടിക്കണ്ട, ഞാനിത് കേട്ടിട്ടേ ഇല്ലെന്ന് കരുതിക്കോളാം. അതെ, എനിക്ക് തലവേദനിക്കുന്നു, പോട്ടെ. എന്നിട്ട് തല മുറിഞ്ഞതെങ്ങനെ നീ പറഞ്ഞില്ലല്ലോ? വല്ല സൈക്കിൾ പിടിച്ചതാവും, അല്ലെങ്കിൽ റോഡിൽ വീണ് കാണും. അമ്പടാ, എന്നെ അങ്ങനെ കൊച്ചാക്കല്ലേ. അതെ, എന്റെ വീടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് ഞാനൊരു ആണി അടിച്ചതാടാ. പക്ഷെ ചുറ്റിക്ക്
താഴേക്ക് വീണു പോയി. ഒരുപാട് നിലയുള്ള വീടാണേ. വൈകിട്ട് കടയിൽ പോവാൻ പുറത്തിറങ്ങിയപ്പോ കൃത്യം എന്റെ തലയിൽ തന്നെ വീണു. ഇത്രയും വലിയ വീടുള്ളത് കൊണ്ട് ഓരോ പ്രശ്നം നോക്കണേ. മിണ്ടിപ്പോരുത്. ഇങ്ങനെ ഒരു സാധനം. എടാ, ഒരു കുഞ്ഞി കണക്ക് പോലും ശരിയായി ചെയ്യാത്തത് കൊണ്ടല്ലേ ഭാസ്കര മാഷ് നിന്നെ തോൽപ്പിച്ചത്. തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുന്നു. അയ്യോ, ഇതെന്തൊരു ഐഡിയ. കുട്ടികൾ ഇങ്ങനെ തല്ലാൻ പാടില്ല. ഇവനെ തല്ലിയാ പോരാ, തല്ലി ഓടിക്കണം. തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുന്നവൻ. തല്ലരുതെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ സംഗതി പറയൂന്നേ. ഇവനെ കണക്ക് മാഷ് തോൽപ്പിച്ചടാ. എങ്ങനെ തോൽപ്പിക്കാതിരിക്കും? നിസ്സാരമായ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ എന്ത് ചോദ്യമാ ദീപു മാഷ് ചോദിച്ചത്? എന്റെ അടുത്ത് മാഷ് ദീപു, നിന്റെ കയ്യിൽ 10 പഴമുണ്ട്. അതിൽ 8 ഞാൻ കഴിച്ചു. ബാക്കി നിന്റെ കയ്യിൽ എത്ര കാണുമെന്ന്. എന്നിട്ട് നീ എന്തുത്തരം പറഞ്ഞു? പറഞ്ഞു കൊടുക്കടാ വൃത്തികെട്ടവനെ നിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞു ബാക്കി 1 കാണുമെന്ന്. കേട്ടോ, അവന്റെ ഉത്തരം കേട്ടോ? നിന്നെ ഞാനിന്ന് ഹോ, ഇങ്ങനെ ഒരു അച്ഛൻ. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് ശരി, നീ അവനേക്കാൾ കേമനാണല്ലേടാ. 10 പഴത്തിൽ 8 മാഷ്ക്ക് കഴിക്കാമെങ്കിൽ 1 ഇവനും കഴിച്ചൂടെ? അപ്പൊ ബാക്കി 1 കാണൂ. എന്നിട്ട് ആവശ്യമില്ലാതെ ഇവനെ തോൽപ്പിച്ചിരിക്കുന്നു. എടാ ടിൻഡു, അത് ഇവൻ ഉത്തരം. ചേട്ടൻ ഒന്നും പറയണ്ട. അല്ലെങ്കിലും ആ മാഷ് ഒരു തീറ്റിപ്രാന്തനാ. ഇവന്റെ കയ്യിൽ നിന്ന് 8 പഴം വാങ്ങി വെട്ടി വിഴുങ്ങിയതും പോരാഞ്ഞ് തോൽപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല ചേട്ടാ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ ടിൻഡു? നിങ്ങൾ ഇവനെയും കൂട്ടി മാഷിന്റെ വീട്ടിൽ പോണം. എന്നിട്ട് ഒന്നുകിൽ ഇവനെ ജയിപ്പിക്കാൻ പറയണം, അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ച പഴം തിരിച്ചു തരാൻ പറയണം. ഇങ്ങനെയുണ്ടോ ഒരു തീറ്റപ്രാന്തൻ? 1, 2 അല്ല, 8 പഴങ്ങളല്ലേ ഒറ്റ ഇരിപ്പിന് തട്ടിയത്. മാഷാണത്രേ മാഷ്. അമ്മേ, ദിവസവും 5 ആപ്പിൾ കഴിച്ചാ തടിക്കോ? ഇല്ല. ആവൂ, എങ്കിലിനി എല്ലാ ദിവസവും 5 ആപ്പിൾ വീതം കഴിക്കണം. മിണ്ടാതെ നിൽക്കടാ. നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങാനല്ല ഇപ്പൊ വന്നത്. അച്ഛന് സുഖമില്ലാത്തതല്ലേ, അദ്ദേഹത്തിനാ ഫ്രൂട്ട്സ്. സുഖമില്ലാത്തവർക്ക് മരുന്നും ഗുളികയും പോരെ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങള്. അതെ, 1 കിലോ മുന്തിരി വേണം. നല്ലതാണല്ലോ. നല്ലതാണ് ചേച്ചി. വിഷം തളിച്ചതൊന്നും അല്ലല്ലോ, എന്റെ ഭർത്താവിന് കൊടുക്കാനാ. അയ്യോ, ഈ മുന്തിരിയിൽ വിഷം തളിച്ചിട്ടില്ല. ഇത് ശുദ്ധമായ മുന്തിരിയാ. വിഷം നമുക്ക് അടുത്ത കടയിൽ നിന്ന് വാങ്ങാമേ. അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, വിഷം തളിച്ച മുന്തിരി ഏത് കടയിൽ കിട്ടും? എന്റെ അച്ഛന് കൊടുക്കാനാ. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ചേട്ടാ, ഈ മുന്തിരിയുടെ തൊലി കഴിക്കാൻ കൊള്ളുവോ? പിന്നില്ലാതെ. മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തോലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ, ദ്രോഹി. ചേച്ചി, വേറെ ഒന്നും വേണ്ടല്ലോ. ദാ മുന്തിരി. അമ്മേ, ദാ ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല. ആരാ? എനിക്കും മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. വേണമെങ്കിൽ നമുക്ക് അയാളോട് ചോദിച്ചു നോക്കാം. അപ്പൊ അറിയാലോ ആളാരാണെന്ന്. ദേ, മിണ്ടാതെ എന്റെ കൂടെ നടന്നോണം. പരിചയമില്ലാത്തവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ടാ, ഒന്ന് നിന്നേ. ചേട്ടനെ എനിക്കും അമ്മയ്ക്കും മനസ്സിലായില്ല. ചേട്ടൻ ആരായെന്ന് ചേട്ടനോട് ചോദിക്കുന്നത് മോശമാണ് താനും. അതുകൊണ്ട് ചേട്ടൻ ആരാണെന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ല. ഇനി ചേട്ടൻ ബൈക്കോ? ക്ഷമിക്കണം, ഇവൻ ഇങ്ങനെയാ. ഒന്ന് വാടാ ഇവിടെ. എടാ, നിനക്ക് നല്ലവണ്ണം നടന്നൂടെ? ഞാൻ പിന്നെ വളഞ്ഞാണോ നടക്കുന്നത്? ദേ, നമ്മുടെ ബൈജു ചേട്ടൻ വരുന്നു. ആ, ചേച്ചി എവിടുന്നാ? കുറെ നാളായല്ലോ കണ്ടിട്ട്. കണ്ടിട്ട് കുറെ നാളായി. പക്ഷേ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്ത് വാർത്ത? അവൻ പറഞ്ഞത് നേരാ. നീ അമ്മായി അമ്മയെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞെന്ന് കേട്ടു. മോശമല്ലേ ബൈജു? ആലോചിക്കാതെയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാവും എടുത്തു പുറത്തേക്ക് എറിഞ്ഞത്. അത് ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? അമ്മായിയമ്മയെ ജനലിലൂടെ പുറത്തെറിയുന്നതാണോ അബദ്ധം? സോറി ടിൻറ്റു മോനെ. എന്ത് സോറി? താഴെ കൂടെ പോകുന്ന ആരുടെയെങ്കിലും തലയിലാണ് വീണതെങ്കിലോ? റോഡിൽ ആരുമില്ലാഞ്ഞത് ഭാഗ്യം.